രാജ്യമാകെ ചർച്ച ചെയ്യുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ബീഹാറിലെ SIR എന്ന് പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബീഹാറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. അതായത് വോട്ടർ പട്ടിക പുതുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2025 ബീഹാറിലെ വോട്ടർ പട്ടിക അനുസരിച്ച് ഏതാണ്ട് 7.89 ലക്ഷം ആളുകൾ വോട്ടർമാർ ഉണ്ടായിരുന്നു എങ്കിൽ ഈ SIR ശേഷം ഏതാണ്ട് 65 ലക്ഷം ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ 65 ലക്ഷം പേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 7.24 വോട്ടർമാരാണ് ഏറ്റവും പുതിയ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും പാർട്ടികളും വ്യക്തികളും ഒക്കെ തന്നെ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു. ആ ഹർജികൾ സുപ്രീം കോടതി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പരിഗണിച്ചു വരികയാണ്. ഇന്ന് ഈ ഹർജിയിൽ സുപ്രധാനമായ ഒരു ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഈ പറയുന്ന പുറത്താക്കിയ അല്ലെങ്കിൽ ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എന്ത് കാരണത്താൽ ഈ 65 ലക്ഷം പേരെ പുറത്താക്കി എന്നതും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് താൻ എന്തുകൊണ്ട് പുറത്തായി എന്ന് അറിയാനുള്ള അവകാശം ഉണ്ട് എന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന കാര്യവും പറയുന്നുണ്ട്. ജില്ലാ തലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റുകളിൽ ഈ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കണം. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ബീഹാറിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ലിസ്റ്റിലും വെബ്സൈറ്റിലും ഈ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കണം. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അതിന് വേണ്ട പ്രചരണം നൽകണം. അതായത് ഇത്തരത്തിലൊരു ലിസ്റ്റ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയവരെ അവർക്ക് സ്വയം അറിയാൻ ഒരു സംവിധാനം തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബീഹാറിലെ സാധാരണ ജനങ്ങളെ എല്ലാം ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ബീഹാർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രങ്ങളിൽ ഈ വാർത്ത കൊടുക്കണം. ഒപ്പം തന്നെ ദൂരദർശനിലും കൂടാതെ റേഡിയോയും വഴി ഈ വിവരങ്ങൾ അറിയിക്കണം. മാത്രവുമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ടോ ആ പ്ലാറ്റ്ഫോമുകൾ കൂടി എല്ലാം ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കണം. അങ്ങനെ ബീഹാറിലെ സാധാരണ ജനങ്ങൾക്ക് ഇത്തരം ഒരു സംവിധാനം ഉണ്ട് എന്ന് അറിയാൻ കഴിയണം എന്ന വളരെ നിർണായകമായ കാര്യം സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്റെ ഈ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലാതെ സെർച്ചബിൾ ആയിരിക്കണം ഈ ലിസ്റ്റ് എന്നതാണ്. അതായത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ലിസ്റ്റ് അത് സെർച്ചബിൾ ആയിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ID കാർഡിലെ ആ നമ്പർ അടിച്ചു കൊടുത്താൽ, ഒരു വോട്ടർ അടിച്ചു കൊടുത്താൽ അയാൾക്ക് താൻ ആ പട്ടികയിൽ ഉണ്ടോ അല്ലെങ്കിൽ താൻ ഒഴിവാക്കപ്പെട്ടോ, എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നറിയാനുള്ള ഒരു സംവിധാനം ഒരുക്കണം. കൂടാതെ പഞ്ചായത്ത് ഒപ്പം തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുകളിലൊക്കെ തന്നെ അതാത് ബന്ധപ്പെട്ട ഓഫീസർമാർ ഈ ലിസ്റ്റ് സാധാരണ ജനങ്ങൾക്ക്, അതായത് ഈ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ലഭ്യമാകാത്ത സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, താനൊരു വോട്ടറാണോ അല്ലെങ്കിൽ താൻ വോട്ടർ ലിസ്റ്റിലുണ്ടോ, താൻ ഒഴിവാക്കപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മാനുവലായിട്ട് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഈ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. കൂടാതെ അതിനിർണായകമായ ഒരു വിധിയിലെ അതിനിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു രേഖയായിട്ട്, തിരിച്ചറിയൽ രേഖയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെന്ന അതിനിർണായകമായ ഒരു ഉത്തരവും ഇതിലുണ്ട് എന്നതാണ്. അതായത് ഒരു വോട്ടർ തന്റെ വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വോട്ടർ ID കാർഡിന്റെ നമ്പർ സെർച്ച് ചെയ്ത് ആ വോട്ടർ ലിസ്റ്റിൽ താൻ ഇല്ല എന്ന് ബോധ്യപ്പെട്ടു, എന്തെങ്കിലും കാരണം കൊണ്ട്, ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നതുപോലെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവാക്കിയേക്കാം. ആ കാരണം എന്താണെന്ന് അറിയാനുള്ള അവകാശം സാധാരണക്കാരനുണ്ട്, വോട്ടർമാർക്കുണ്ട് എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് ഇന്നത്തെ വിധിയിലൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരാൾ പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമ്പോൾ താൻ ഒരു തിരിച്ചറിയൽ രേഖ സമർപ്പിക്കേണ്ട വരുമ്പോൾ അത് ആ ആധാർ കാർഡ് ഒരു രേഖയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെന്ന അതിനിർണായകമായ വിധി കൂടി
ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ SIR എന്ന സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ പറയുന്ന ആധാർ കാർഡ്, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് അങ്ങനെയുള്ള കാർഡുകളൊന്നും തന്നെ തങ്ങൾ അംഗീകരിക്കില്ല, ഒരു തെളിവായിട്ട് അംഗീകരിക്കില്ല. അതായത് ഒരു ഇന്ത്യൻ പൗരനാണ് എന്നതിന് ഈ പറയുന്ന കാർഡുകളൊന്നും തന്നെ തെളിവുകളല്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടപ്പോൾ ഈ രണ്ടംഗ ബെഞ്ച് വാക്കാൽ ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ ആധാർ എന്ന് പറയുന്നത് ഒരു പൗരത്വത്തിന്റെ രേഖയായിട്ട് കാണാനാകില്ല എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതൊരു ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ ഇടക്കാല ഉത്തരവിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നത് ഇപ്പോൾ നിലവിൽ സാധാരണക്കാർക്കെല്ലാം പ്രാപ്യമായിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആ ആധാർ കാർഡ് എല്ലാത്തിനും അടിസ്ഥാനമാക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ആധാർ കാർഡ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ പരാതി നൽകുമ്പോൾ ഒരു രേഖയായിട്ട് സമർപ്പിക്കാൻ ആധാർ കാർഡും സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണം എന്നും ഈ സുപ്രീം കോടതി പറയുന്നു. എന്തായാലും അതിനിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവാണ്. ഈ സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവ് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഈ ചൊവ്വാഴ്ചയ്ക്ക് മുൻപായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ 3-4 ദിവസങ്ങളുണ്ട്. ഈ 3-4 ദിവസത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ സെർച്ചബിൾ ആയ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രസിദ്ധീകരിക്കണം. ഈ അടുത്ത വെള്ളിയാഴ്ച സുപ്രീം കോടതി വീണ്ടും ഈ വിഷയത്തിൽ വാദം തുടർന്ന് കേൾക്കും. അതിനുശേഷമാകും ഒരു അന്തിമ വിധി വരിക. സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സമർപ്പിച്ചിരിക്കുന്നവരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ SIR അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണം എന്നാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു SIR നടത്താനുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള വളരെ വിപുലമായ കാര്യങ്ങളൊക്കെ തന്നെ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതെല്ലാം വിശദമായ വാദം കേട്ട ശേഷമാകും കോടതി അന്തിമ വിധി പ്രസ്താവിക്കുക. എന്തായാലും ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഇങ്ങനെ വരുമ്പോൾ അത് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ തന്നെ ഒരു വലിയ വിജയമാണ്. അവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഈ വോട്ടർ പട്ടികയിൽ നിന്നും സാധാരണക്കാരെ പുറത്താക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം തന്നെ BJPയും ചേർന്ന് നടത്തിയ ഒരു നാണം കെട്ട നീക്കത്തിനുള്ള വലിയൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഇടക്കാല വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്.